ഞാനിപ്പോൾ ഉള്ളത് ദോഹയിൽ നിന്ന് ഏകദേശം 100 കിലോമീറ്റർ അകലെ അൽ ഷമാൽ എന്ന് പറയുന്ന പട്ടണത്തിനടുത്തുള്ള അൽ സുബാര ഫോർട്ടിലാണ്. ഇത് 2013 യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായിട്ട് പ്രഖ്യാപിക്കുകയുണ്ടായി. അങ്ങനെ ഖത്തറിലെ ഏറ്റവും വലിയ ആർക്കിയോളജിക്കൽ സൈറ്റാണ് ഈ അൽ സുബാര ഫോർട്ടിനോട് ചേർന്നിട്ട് ഉള്ളത്. അങ്ങനെ ഫോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. അത്ര വലിയ കോട്ട എന്നൊന്നും പറയാനില്ല, പക്ഷേ നമുക്ക് ഉള്ളിലേക്കൊക്കെ കയറി കാണാൻ പറ്റുന്ന തരത്തിലാണ് ഇവിടെ എല്ലാം ചെയ്തിരിക്കുന്നത്. ഇവിടെ ഓരോ ആർക്കിയോളജിക്കൽ സൈറ്റിൻ്റെ ഡീറ്റെയിൽസൊക്കെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പല പുരാവസ്തുക്കളും ഇവിടെ ഖനനം ചെയ്ത് കണ്ടെടുക്കുകയുണ്ടായി. ഈ ആർക്കിയോളജിക്കൽ സൈറ്റിൽ നിന്നും ഖനനം ചെയ്ത് കണ്ടെത്തിയ പഴയകാലത്തെ ട്രേഡിങ്ങിന് ഉപയോഗിച്ചിരുന്ന പലതരം വസ്തുക്കളും പാത്രങ്ങളും ഇവിടെ ഒരു നാഗരികത ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ ഒരു ഖനനത്തിലൂടെ തെളിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഖത്തറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യാപാര തുറമുഖമായിരുന്നു ഈ അൽ സുബാര. ആർക്കിയോളജിക്കൽ സൈറ്റിലേക്ക് ഇവിടുന്ന് ഒരു 2.5 കിലോമീറ്റർ കൂടി പോകാനുണ്ട്. എന്തായാലും അങ്ങോട്ടൊക്കെ നമുക്കൊരു പ്രാവശ്യം പോയിട്ട് വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾ കണ്ടല്ലോ, ഇതാണ് അൽ സുബാര ഫോർട്ട്, അൽ ഷമാലിലുള്ള അൽ സുബാര ഫോർട്ട്. കോട്ട സ്ഥിതി ചെയ്യുന്ന അൽ സുബാര ദോഹയിൽ നിന്ന് ഏകദേശം 100 കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്നതാണ്. കോട്ടയിൽ നിന്ന് ഏകദേശം 2.5 കിലോമീറ്റർ സമുദ്രതീരം വരെ വ്യാപിച്ചു കിടക്കുന്നതാണ് അന്നത്തെ ഈ പട്ടണം. 18-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ സ്ഥാപിതമായ ഈ പട്ടണം രാജ്യത്തെ ഏറ്റവും വലുതും പ്രധാനപ്പെട്ടതുമായ അധിവാസ കേന്ദ്രമായി വികസിച്ചു. അതിൻ്റെ വിജയം മറ്റ് ഗൾഫ് ശക്തികളുടെ ശ്രദ്ധ ആകർഷിച്ചു. നിരവധി ആക്രമണങ്ങൾക്ക് ശേഷം 1811 പട്ടണം കത്തി നശിക്കുകയുണ്ടായി. ഇന്ന് വീടുകളുടെ അവശിഷ്ടങ്ങൾ, മസ്ജിദുകൾ, ഈത്തപ്പഴ പ്രസ്സുകൾ, വലിയ കോട്ട കെട്ടിയ കെട്ടിടങ്ങൾ, ഒരു മാർക്കറ്റ് എന്നിവയെല്ലാം ഇവിടെ ഖനനം ചെയ്ത് കണ്ടെത്തിയിട്ടുണ്ട്. 60 ഹെക്ടർ വിസ്തൃതിയിലാണ് ഇത് വ്യാപിച്ചു കിടക്കുന്നത്. ഇപ്പോൾ ഈ കോട്ടയ്ക്ക് സമീപം ഒരു വിശ്രമമുറി, സൗകര്യങ്ങളുള്ള ഒരു സർവീസ് സെൻറ്റർ, കോട്ടയ്ക്കും പട്ടണത്തിനും ഇടയിലുള്ള പ്രദേശത്ത് സഞ്ചരിക്കാൻ സന്ദർശകരെ സഹായിക്കുന്ന ഷട്ടിൽ സർവീസ് തുടങ്ങിയ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. തീരദേശ ദീർഘദൂര വ്യാപാരം, മുത്തുകൾ വാങ്ങൽ, ദൈനംദിന ജീവിതം, പ്രധാന ചരിത്ര സംഭവങ്ങൾ എന്നിവയുടെ കഥ ഭൗതിക അവശിഷ്ടങ്ങളിലൂടെയും പ്രധാന പുരാവസ്തു കണ്ടെത്തലുകളിലൂടെയും അവതരിപ്പിക്കുന്നതിനായി ഒരു അൽ സുബാര വിസിറ്റർ സെൻറ്ററും ഇവിടെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു കാലത്ത് മുത്തു വ്യാപാരത്തിൽ പേര് കേട്ടതായിരുന്നു അൽ സുബാര. അങ്ങനെ ഖത്തറിൻ്റെ വ്യാപാര ബന്ധങ്ങൾ ഈ ഒരു ഭാഗത്ത് കേന്ദ്രീകരിച്ചായിരുന്നു നടന്നിരുന്നത്. എന്തായാലും നിങ്ങൾ ദോഹയിലാണെങ്കിൽ ഇവിടെ വന്ന് കാണും. അൽ സുബാര ഹെറിറ്റേജ് സൈറ്റിലേക്ക് ഷട്ടിൽ സർവീസ് ഉണ്ട്, അതിൽ കയറി അങ്ങോട്ട് പോകാം.